അപ്പുറം ശ്രീ സന്തോഷ് ഉണ്ട്, കാസർഗോഡ് നിന്ന് തന്നെയാണ്. സന്തോഷ് സ്ഥിരമായി വിളിക്കുന്ന പ്രേക്ഷകനാണ്. സന്തോഷ്, കാസർഗോഡ് താങ്കൾ എവിടെയാണ്? എവിടെയാണ്? ചെറുവത്തൂർ. ഓക്കെ. സന്തോഷിന് എന്ത് തോന്നുന്നു? താങ്കളുടെ ജില്ലയോട് ഇപ്പോൾ ഒരു പുതിയ അതിവേഗ റെയിൽപാത വരുന്നു. അപ്പോൾ കണ്ണൂർ വരെ ഉള്ളവർ തിരുവനന്തപുരത്തേക്ക് വേഗത്തിൽ വന്നാൽ മതി, കാസർഗോഡ് വരെ ഉള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് അവിടെ വരുമാനം കുറവാണ്. എല്ലാ മേഖലയിലായാലും മെഡിക്കൽ കോളേജ് ആയെങ്കിൽ കിടത്തി ചികിത്സയില്ലാത്ത ഒരു മെഡിക്കൽ കോളേജ്. അങ്ങനെ കാസർഗോഡിനോട് ഒരു അവഗണന ഉണ്ടോ? തീർച്ചയായിട്ടും. ഈ കേന്ദ്രമായാലും സംസ്ഥാനം കാസർഗോഡിന് ഒരു അവഗണനയുണ്ട്. നമുക്കറിയാം, ഒരു കാലാവസ്ഥ നിരീക്ഷണത്തില് കാലാവസ്ഥ ഇത് പറയുമ്പോൾ മാധ്യമങ്ങളിൽ പോലും കാസർഗോഡ് ഇല്ല, കണ്ണൂർ മാത്രമേ ഉള്ളൂ. അതുപോലെ അവഗണനയാണ്. ഇപ്പം വന്ദേ ഭാരത് വന്നു, എത്രയൊക്കെ സമരം നടത്തിനാണ് കാസർഗോഡൊക്കെ. അത് കാസർഗോഡ് നിന്ന് മംഗലാപുരം വരെ നീട്ടുക. അതേപോലെ ഇപ്പം വരുന്ന ട്രെയിനിന്റെ ലൈൻ വരുന്നത് ആ മംഗലാപുരത്തേക്ക് ആക്കുക. എന്നാലേ കാസർഗോഡിന് വികസനം വരുള്ളൂ. ഇപ്പൊ എൻഡോസൾഫാന്റെ ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതാണ്. നമുക്കിപ്പോ ഒരു മരണം സംഭവിച്ചാൽ തന്നെ, ഒരു സൂസൈഡ് അങ്ങനെ തന്നെ മരണം സംഭവിച്ചാൽ പെരിയാരം മെഡിക്കൽ കോളേജിൽ പോകണം, ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് അവസ്ഥ. കാരണം ഒരു 70 കിലോമീറ്ററിന് മുകളിൽ വരും കാസർഗോഡ് നിന്ന് അങ്ങോട്ട് വരുന്നത്. 70-80 കിലോമീറ്ററിന് അടുത്തുണ്ട്. അത്രയും ദൂരത്തിലാണ് ഈ പോകുന്നത്. പിന്നെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി, അതിനൊന്നും വികസനമില്ല. ജനങ്ങൾ കഷ്ടപ്പെടുന്ന കാരണം ഏത് രാഷ്ട്രീയം വന്നാലും കാസർഗോഡിന് അവഗണനയാണ്. അവർക്കറിയാം ആരെ നിർത്തിയാലും ജയിക്കുന്ന ഒരു സ്ഥലമാണ് കാസർഗോഡ്. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കും. കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് MLA എത്ര പേരുണ്ട്? എന്നാലും ഇത്രയും വർഷമായിട്ടും കാഞ്ഞങ്ങാട്, കാസർഗോഡ്, ചെറുവത്തൂർ ഇവിടെ ഒന്നും ഒരു വികസനം വരുന്നത് ഇല്ല. കേന്ദ്ര പദ്ധതി ആയാലും എവിടെ വരുന്നത്? ഇങ്ങോട്ട് വരുന്നില്ല. കാരണം ജനങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ ഇതിലുണ്ട് സാറേ. കാരണം സ്ഥിരം കക്ഷികൾക്ക് വോട്ട് ചെയ്യുമ്പോഴാണ് ഇവ ഇങ്ങോട്ട് വികസനങ്ങൾ കൊണ്ടുവരാത്തതും കൂടെ ഉണ്ട്. ജനങ്ങൾ മാറ്റി ചിന്തിക്കണം. ജനങ്ങൾ മാറ്റി ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇപ്പോൾ ആ തരത്തിൽ പറയുന്നത് സാധാരണ BJP-യുടെ ഒരു വാദമാണല്ലോ. ഈ കേന്ദ്ര സർക്കാരിന്റെ കൂടി പങ്കാളിത്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ മുൻകൈയിലൊക്കെ വരാൻ പോകുന്ന അതിവേഗ റെയിൽപാത വന്നപ്പോഴും അവരും കാസർഗോഡില്ല, കണ്ണൂർ വരെ ഉള്ളൂ. അതെ, പിന്നെ എങ്ങോട്ടാണ് ഇനി ജനം മാറേണ്ടത്? അല്ല, കേരളത്തിലെ സർക്കാരിനൊരു പറയാലോ. ഇപ്പൊ വന്ദേ ഭാരത് വന്നു, വന്ദേ ഭാരത് എന്തൊക്കെ സമരം നടത്തിയിട്ടാണ് കാസർഗോഡ് വന്നത്. ഇപ്പൊ ഇൻകമില്ല. കർണാടകത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ കാസർഗോഡ് ഉള്ളത്. ഒരു ഹോസ്പിറ്റലിൽ കേസ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കോവിഡ് സമയത്ത് തന്നെ നമുക്കറിയാം എല്ലാരും പോകുന്നത് ഇങ്ങോട്ട് കർണാടകത്തിലേക്കാണ്. ഏത് ഹോസ്പിറ്റലിൽ കേസ് വന്നാലും കർണാടകത്തിൽ പോകുന്നത്. നല്ലൊരു ഹോസ്പിറ്റലുകൾ കാസർഗോഡ് ജില്ലയിലില്ല. എല്ലാം കൊണ്ടും കാസർഗോഡിനെ അവഗണിക്കുന്ന ഒരു ഇതാണ്. കാരണം ഒരു ജാഥ വന്ന് ഇപ്പൊ നോക്കാം, തെരഞ്ഞെടുപ്പ് വരുന്നു, തുടങ്ങുന്ന ജാഥ എവിടുന്ന? തലപ്പാടിയിൽ നിന്ന്. അല്ലെ, തലപ്പാടിന്നാണ് തുടങ്ങുന്നത് ഇതൊരു ജാഥ തുടങ്ങുന്നത്. പക്ഷേ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രഖ്യാപനമോ വികസനമോ വരുമ്പം അത് കണ്ണൂർ ജില്ല വരെ മാത്രം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സന്തോഷാണ് ഇപ്പോൾ അഭിപ്രായം പറഞ്ഞത്. മറ്റൊരു സന്തോഷാണ്, വെള്ളരിക്കുണ്ടിൽ നിന്നാണ്, കാസർഗോഡ് തന്നെയുള്ള വെള്ളരിക്കുണ്ടിൽ നിന്നാണ് വിളിക്കുന്നത്. സന്തോഷ്, താങ്കൾക്കും ഇതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ജാഥ തുടങ്ങണമെങ്കിൽ അത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കാണ്. പക്ഷേ ഈ പാർട്ടികളൊന്നും തന്നെ വികസന കാര്യം വരുമ്പോൾ, അതിന് ട്രെയിൻ ആയിക്കോട്ടെ, ആശുപത്രി ആയിക്കോട്ടെ, മറ്റ് ടൂറിസം വികസനം ആയിക്കോട്ടെ, അടിസ്ഥാന സൗകര്യ വികസനം ആയിക്കോട്ടെ, അവിടെ വരുമ്പോൾ ഈ കാസർഗോഡിന് മാത്രം ഒരു വല്ലാത്ത അവഗണനയുണ്ടോ? നമസ്കാരം. സന്തോഷ് ചെറുവത്തൂര് പറഞ്ഞ അതേ അഭിപ്രായമാണ് എനിക്ക് ഈ കാര്യത്തിലുള്ളത്. കാസർഗോഡ് ജില്ലേനെ കാലാകാലങ്ങളായിട്ട് അവഗണിച്ച് മാറി മാറി വന്ന സർക്കാരുകൾ തീർത്തും അവഗണിച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്കിപ്പം സീരിയസ് ആയിട്ടൊരു ആശുപത്രി കേസ് വന്നാല് ഒന്നെങ്കിൽ മംഗലാപുരം പോകണം, അല്ലെങ്കിൽ പരിയാരം മെഡിക്കൽ കോളേജ് കണ്ണൂര്. ഇവിടെ യാതൊരു സൗകര്യമില്ലാതെ ഇങ്ങനെ ജനങ്ങൾ കാലാകാലങ്ങളായി. ഒന്നുകില് കാസർഗോഡ് ജില്ലയിലെ മംഗലാപുരം, അതായത് കർണാടകത്തിൽ ഉൾപ്പെടുത്തണം, സപ്തഭാഷാ സംഗമ ഭൂമി. അപ്പോ ഇത് കാലാകാലങ്ങളായി സർക്കാർ ഇങ്ങനെ ഞങ്ങളെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ കേൾക്കുന്ന സർക്കാർ ഞങ്ങൾക്കൊരു മെഡിക്കൽ കോളേജ് കാഞ്ഞങ്ങാടോ സൗകര്യമുള്ള രീതിയിൽ, അത്രയും ജനങ്ങളുള്ള ഒരു പ്രദേശമാണിത്. അപ്പൊ അത് സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് കാസർഗോഡ് ജില്ലന് ഒരു അഭിവൃദ്ധിപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. 7 ഭാഷയോളം ഇവിടെ കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കുന്ന ഒരു ജില്ലയാണ്. പക്ഷേ ഇന്നും അവഗണിച്ചിട്ടിരിക്കുകയാണ്.
സർക്കാരുകൾ കണ്ണു തുറക്കണം എന്ന് ഒരു അപേക്ഷയാണ് എനിക്കുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സന്തോഷമാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും സംസാരിച്ചത്. നമുക്ക് ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, ഈ കേരളത്തിന്റെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.